അതുപോലെ ഞാൻ കണ്ട വേറൊരു ട്രെൻഡ്, ഇപ്പം നമ്മളൊരു ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ റോളിലേക്ക് ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്ന ഒരു 5-6 അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലുള്ള 5-6 സ്ഥാപനത്തെ വിളിക്കുക. നിങ്ങൾക്ക് എന്താണ് ഈ ബ്രാൻഡിനെ കുറിച്ച് ചെയ്യാൻ പറ്റുന്നത്, എന്താണ്, നിങ്ങളൊരു പ്രപ്പോസൽ തരും. ഇങ്ങനെ കുറേ പ്രപ്പോസൽ വാങ്ങിച്ചിട്ട് ഈ പ്രപ്പോസൽസ് ആണ് ഓണറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത്. ഇത്രയും, അതായത് ഈ മാർക്കറ്റിംഗ് മാനേജറുടെ ഐഡിയ ആയിട്ടാണ് ഓണറുടെ അടുത്ത് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് തിരിച്ചാ വരണ്ടേ. ഓണർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വേണം. എൻ്റെ ബ്രാൻഡാണ്, ഓരോരുത്തർക്കും അവരവരുടെ ബേബി അല്ലേ, ആ ബേബി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ഫൗണ്ടറിനാണ് ഒരു ധാരണ വേണ്ടത്. ആ ഫൗണ്ടറിന്റെ ധാരണ അതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഈ മാർക്കറ്റിംഗ് മാനേജർക്ക് കൊടുക്കേണ്ടത്. പലപ്പോഴും ഈ ഒരു മിസ്മാച്ച് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുണ്ട്. കറക്റ്റാണ്, 100%. അതായത് ചിലപ്പോൾ ഈ മാർക്കറ്റിംഗ് മാനേജർക്ക് പ്രത്യേകിച്ച് ഒരു ബ്രീഫ് ഒന്നും നമ്മൾക്ക് പറഞ്ഞു തരാനുണ്ടാവില്ല. ബ്രീഫ് മാത്രമല്ല, പലരോടും ചോദിക്കും എത്രയാണ് നിങ്ങളുടെ ബജറ്റ്. ഒരു ബജറ്റ് തന്നാലാണല്ലോ നമുക്ക് അതിനുള്ളിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ പറയും ബജറ്റ് ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല, അത് എല്ലാം ഓക്കെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ പ്രപ്പോസൽ കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷനിലേക്ക് വരും, അയ്യോ ഇത് ഇല്ലല്ലോ, ഒരു ബ്രാക്കറ്റ് കിട്ടണമല്ലോ. അവിടെ അതാണ് പറഞ്ഞത്, ഇവിടെ ഒരു സമയത്തിനൊരു വില ഇല്ലാത്തൊരവസ്ഥ വരുന്നത്.